വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനെന്നുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ രാത്രി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത്, രാത്രി ഫുഡ് എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ വന്ന കാരണം തന്നെ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബീഫ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല പൊരിച്ച മീനുണ്ട് കേട്ടോ. കുടുതമീൻ എന്നാണ് ഞങ്ങളവിടെ പറയുക. ഇവിടെ മലപ്പുറം ആ ഭാഗത്തേക്കൊക്കെ ചൂതമീൻ എന്നോ അങ്ങനെ എന്തോട്ടാണ് പേര് കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ട്, ബീഫ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി കണ്ട് പിടിക്കുക ഗായ്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോറ് എടുത്തു കേട്ടോ ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ കുറച്ചധികം ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കണത് മീൻ വറുത്തത് എടുത്തു, പിന്നെ മീൻകറി എടുത്തു, മത്തിക്കറി ഉണ്ട് കേട്ടോ, നല്ല മത്തി വറ്റിച്ചതുണ്ട് കേട്ടോ. അപ്പം മത്തി വറ്റിച്ചതും ചോറൊക്കെ നല്ല ഒരു പപ്പടം കൂടി ഉണ്ടായി, അടിപൊളിയാണ് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് മത്തിക്കറിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മത്തി വറ്റിച്ചത് മുളകിട്ട് വറ്റിച്ചതാണ്. പിന്നെ നല്ല ക്യാബേജ് ഉപ്പേരിയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു ചിക്കൻ കറി ഇല്ലാതെ എന്ത് വിശേഷമാണ് അല്ലേ. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം പറഞ്ഞല്ലോ, പപ്പടം പിന്നെ എന്നും നമുക്ക് മസ്റ്റാണ് കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പപ്പടം വേണം. ചിക്കൻ കറിയും പപ്പടവും ഇല്ലാതെ നമുക്ക് ചോറ് ഇറങ്ങൂല എന്ന് തന്നെ പറയാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ പപ്പടവും ചിക്കൻ കറിയും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ കൂടി നമ്മളിതാട്ടോ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ രാത്രി അടിപൊളിയായിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ രാത്രിയത്തെ ഫുഡ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നാലേ നമ്മൾ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.